വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ 2 ദിവസമായി നമുക്ക് കറക്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ട് ഉള്ളൊരു അത് 2 ദിവസമായിട്ട് കുണുക്ക് നല്ല ശ്വാസം മുട്ടും, നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഒന്ന് പറഞ്ഞു, എക്സാമൊക്കെ മാറി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പളനി പോയി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ മാസം പളനിക്ക് പോകുന്നത്. അപ്പോൾ 2 മാസമായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആകെ എല്ലാവർക്കും ഒരു തൊഴിലേക്കേട് കഴിഞ്ഞ് നമ്മൾ എല്ലാ മാസം പോകണടുത്ത് പോകാൻ പറ്റാൻ നമുക്ക് ഒരു തൊഴിലേക്കേടല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയി. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രത്യേകം ഇതെടുത്ത് പറയണതിൻ്റെ കാരണം എന്താ വെച്ചാൽ ജിമ്മിന് പോയതുകൊണ്ടാണോ ഡയറ്റ് എടുത്തിട്ടുള്ളത് കൊളസ്ട്രോൾ പറഞ്ഞതിൻ്റെ ആണോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പളനിമല കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. സോ അത് നടക്കുമ്പോൾ തന്നെ എനിക്ക് ആ തണ്ടിലും കയറുമ്പോൾ ഭയങ്കര ഇന്നലെ വേദന ഇല്ല എന്നല്ല കേട്ടോ, ബുദ്ധിമുട്ടുകളില്ല എന്നല്ല. അന്നാലും ഞാൻ ആദ്യമൊക്കെ പോണേക്കാളും മുന്നേ 2 മാസം മുന്നേ പളനിക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒരു 100ലേക്ക് ഒരു 75% കുറഞ്ഞു. ഒരു ബാക്കി ഞാൻ ആദ്യമൊക്കെ ഞാൻ പളനിമല 2 ദിവസം സ്ഥലം കയറി എന്നാൽ കുറച്ച് നേരം ഇരിക്കും, പട്ടി കാര്യങ്ങളുണ്ട്, പിന്നെ ശ്വാസം കിട്ടാത്തല്ല. അത് കൂടുതൽ എനിക്ക് ഉണ്ടായത് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മരുന്നുകൾ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അത്ര ബുദ്ധിമുട്ട്. ആദ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും പിന്നെ സ്റ്റീറോയിഡ് കഴിച്ചതിന് ശേഷം എനിക്ക് തീരെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര കിതപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് വലിയ കിതപ്പ് എൻ്റെ 1-2 സ്ഥലത്ത് ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഇരുന്നില്ല, അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ ഇറങ്ങുമ്പോഴൊന്നും എവിടെ ഇരുന്നില്ല, കറക്റ്റ് പളനിമല ഇറങ്ങാൻ പറ്റി. ഭയങ്കര അതിശയം തോന്നി, ഭയങ്കര ഞാനേട്ടോ ഓടി കയറാൻ തോന്നി. എന്താ ഞാനെന്ന് പറയാം, ഭയങ്കര ആയാസം. ഇപ്പോൾ നമ്മൾ ഫുഡ് ഡയറ്റിങ്ങിൻ്റെ ഇതിലാണോ എന്താണോ എന്നറിയില്ല. അങ്ങനെ നമുക്ക് ഭയങ്കര മാറ്റങ്ങൾ വന്നു കേട്ടോ. ഇല്ല ചേട്ടാ അനേട്ടാ ആടെയാ പൊതിക്കപ്പോൾ വരും കേട്ടോ. അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് ആദ്യമൊക്കെ പോകണേക്കാൾ ഒരുപാട് മാറ്റം തോന്നിയിട്ടാണ്. ആദ്യമൊക്കെ പോകുമ്പോൾ ഒരു 4-5 സ്റ്റെപ്പ് കയറിയുമ്പോൾ പട്ടി കിടക്കണവരെ കളിക്ക് ശ്വാസം കിട്ടുണ്ടാവും. എന്തിനെ പറ്റി പറയണത് മനസ്സിലല്ല പറയുന്നത്. ഇങ്ങടായോ ഒരു മാസം കൂടി ജിമ്മിന് പോയി ഞാൻ ഓടിക്കേറും, തീർച്ചയായിട്ടും ഓടിക്കേറും. ഇത്രയ്ക്ക് ഇനിയിപ്പോ ഡയറ്റിങ്ങിന് നമ്മുടെ കൊളസ്ട്രോൾ ഒക്കെ പോയതിന്റെ കുറച്ചുണ്ട് കേട്ടോ, കിതപ്പും കാര്യങ്ങളും പോയത്. ഞാൻ ഒരു ഉച്ചക്കുള്ള ചോറ് ഞാൻ തിന്നാൻ തീരുമാനിച്ചോട്ടെ. ഞാനേ ക്ഷീണിച്ചു കറുത്തു. എന്താ വെച്ചാൽ നമുക്ക് ഭക്ഷണം ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. സത്യം പറയട്ടാ, ഞങ്ങൾ ചോറുണ്ടു. എൻ്റെ സത്യം പറയും, ചോറിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ളത് മറ്റുള്ള ഫുഡുകളാണ്. അതാണ് ചോറ് അടിച്ചല്ല ഞാൻ. ചോറ് ഭയങ്കര ഇഷ്ടം. ചിലര് ചോറ് തന്നെ വേണം, ചോറില്ലാണ്ട് ഒരു ജീവിതമില്ല, ചോറ് കിട്ടണം. അതിനാണ് കാര്യമില്ല. ചോറിനോട് ഭയങ്കര അടിക്കും. ഞാൻ ചോറ് അടിച്ചതല്ല, ചോറ് ഇവിടെ ഉള്ളപ്പോഴേക്ക് വേറെ എന്തെങ്കിലും കിട്ടുക അങ്ങനത്തെ ചിന്തയാണ്. പക്ഷേ ഞാൻ ഒന്ന് മനസ്സിലാക്കി, ലോകത്ത് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ചോറും കറിയാണ്. ഞങ്ങള് വേറെ അവിടെ നിന്നിട്ട് വിഷ്ണുവായുടെ അമ്പലത്തിൽ പോയപ്പോ ചോറുണ്ട്. ഞാൻ ലാസ്റ്റ് എത്തിയാറാണ്, അല്ലെങ്കിൽ തൈര് ഉപ്പേര് പായസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ലാസ്റ്റ് എത്തിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് നെല്ലിക്കച്ചാർ, ഒരു പരിപ്പ്, ഒരു പപ്പടം മാത്രമേ ഉള്ളൂ കേട്ടോ. പറയുമ്പോ വീണ്ടും പോവാണ്. അത് എന്താ കാര്യം എന്ന് അറിയോ, എനിക്ക് ചോറ് ഇട്ടിട്ട് ഞാൻ കൊണ്ട് വിഷമിച്ചിട്ട് ഞാൻ കരഞ്ഞു ചോദിച്ചു കണ്ണിലൊക്കെ വെള്ളം പറഞ്ഞെന്ന് വെച്ചാൽ എത്ര നാളായി ചോറൊന്നും ഉണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിട്ട്. എന്നാലും ഞാൻ കുറച്ച് കഴിക്കുള്ളൂ. അപ്പൊ എന്നിട്ട് നീ അത് കഴിച്ചോ എന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ട ചോറൊക്കെ കഴിച്ചു. കുറച്ചെന്നാലും രണ്ടത് ഞാൻ കുറച്ച് തന്നെ കഴിക്കാറുള്ളൂ, ഒരുപാട് കഴിക്കാറില്ല. തൃപ്തിയിലല്ല, ആക്രാന്തത്തിൽ കഴിച്ചു. വിഷമവും. അപ്പൊ ഞാൻ അതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഒരു നേരം ചോറ്. അല്ല അവിടെ ആ ഷെബിയും പൊന്നൊക്കെ ചീത്ത തുടങ്ങി. അച്ഛൻ ഇങ്ങനെ അമ്മ ഡയറ്റ് നമ്മുടെ അവസ്ഥ ഇങ്ങനെ ഇതല്ല. അച്ഛനിപ്പോ അങ്ങനത്തെ കേടുകയൊന്നുമില്ല. മധുരം ഫുള്ളും വേണേ വറവ് ഒഴിവാക്കണം, പക്ഷെ ചോറും കാര്യങ്ങളും കഴിച്ചോട്ടെ. അച്ഛൻ അനിയേട്ടൻ ഇന്നലെ കണ്ടപ്പോഴേ നല്ല ഇറുണ്ടു, ഫേസൊക്കെ ഇറുണ്ടു, ആകെ ഒരു കോലം പോയൊരു ഇതാ പോയൊരു. അതിനെ ഇരുണ്ടത് വെളിപ്പെടുത്തിക്കോളൂ, വെളിച്ചത്തേക്ക് കൊണ്ടുവന്നോളൂ. വെളിച്ചത്തേക്ക് കൊണ്ടില്ല, ആള് ഗെറ്റപ്പ പോയി. ആദ്യം ഒരു ഡ്രസ്സൊക്കെ ഇട്ടാൽ ഞാൻ ഒരു ആന ചന്ത കാണാം, അതങ്ങടെ പോയി അങ്ങോട്ട്.
അത്രയ്ക്കയ്യോ ദൈവമേ. ഞാൻ പറയാണ് ഞാൻ എത്ര വിഷയം പറഞ്ഞു നിങ്ങൾ കൂടെ നിങ്ങൾ എന്നെ നോക്കണ്ട എന്നെ നോക്കണ്ട. ഞാനൊരു മത്സരാണ് ഇന്ന് മുതല് തീറ്റ മത്സരം. അല്ല മറ്റുള്ളതൊക്കെ ഒഴിവാക്കിട്ടോ, നല്ല ഹെവി ആയിട്ടുള്ളതൊക്കെ ഒഴിവാക്കിട്ട് ചോറുണ്ടോട്ടെ. ചോറ് കുറച്ച് ഒരു നേരം, ബാക്കിയുള്ള നേരം ഞാൻ എന്താ ഉണ്ടാക്കണ വെച്ചാൽ അത് കഴിച്ചോട്ടെ. ഒരു നേരം കൂടുതലുള്ളത് ചിലപ്പോ 4 മാസം കൂടി അല്ല ഇനി കല്യാണത്തിനുള്ളൂ. അതുകൊണ്ടാവും കേട്ടോ. അത് ലക്ഷം പിന്നാലെ എവിടെ എടുത്തിട്ട് വെക്കും. ചിലപ്പോ അതുകൊണ്ടാവും. ജീവിക്കണം. ഞങ്ങൾ മിന്നാന്ന് ചെറിയ കണക്കൊക്കെ കൂട്ടിയിട്ടാണ്. കണക്കൊക്കെ കൂട്ടിയിട്ട് ലക്ഷങ്ങളിലെ കണ്ണ് തള്ളിയിരിക്കാണ് ഞങ്ങൾ എല്ലാവരും. നിങ്ങളിതിപ്പോ കണ്ണ് തള്ളണല്ലോ, ഞാൻ അതൊക്കെ തള്ളണേനല്ല. പക്ഷെ നമുക്കൊരു ഏകദേശം ഞങ്ങൾ മിന്നാന്ന് രാത്രി ക്ഷണിക്കണവരുടെ ഒരു ലീസ്റ്റ് ഇട്ടു. കല്യാണത്തിന് തലേ ദിവസം ക്ഷണിക്കണവര്, കല്യാണത്തിന് അന്ന് ക്ഷണിക്കണവര്, പിന്നെ റിസപ്ഷന് പോകണവരെ 3 ദിവസം നമ്മുടെ ഫംഗ്ഷൻ വരുന്നില്ല. അപ്പൊ 3 ദിവസം ക്ഷണിക്കണവര് ലീസ്റ്റ് ഞാനിട്ടപ്പോ ദൈവമേ ഞങ്ങളുടെ കണ്ണൊക്കെ തള്ളിയിട്ടാ. അപ്പൊ അങ്ങനെ 4 ദിവസം ഫംഗ്ഷൻ 4 ദിവസം ഫംഗ്ഷൻ വരുന്നില്ല. അപ്പൊ അതായത് പുടവ, പിന്നെ അതിന്റെ പിറ്റേഴ്സ് സംഗീത്, പിന്നെ അതിന്റെ പിറ്റേഴ്സ് താലികെട്ട്, അതിന്റെ പിറ്റേഴ്സും റിസപ്ഷൻ 4 ദിവസം. അപ്പൊ മോനത്തെ വീണ്ടും ഇവർക്ക് ഒന്നുണ്ടാക്കാം. ഞങ്ങൾ വീണ്ടും ആയുസ് ദൈവം ആരോഗ്യം തരട്ടെ. അതായത് കുഞ്ഞ് നല്ല ഭംഗി പോലെ പോട്ടെ അല്ലേ. കുഞ്ഞിനല്ല ചോക്കാരം. അപ്പൊ അങ്ങനെ ഒരു പച്ച പുതപ്പ് ഉണ്ടായിനാണ് ഇപ്പൊ ഈ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുണുക്കന്റെ പുതപ്പ് കിട്ടിയത് പൊന്നും. പണ്ടിപ്പോ മേടിച്ചിട്ടുള്ളൊരു പുതപ്പ്, അത് അവൾക്ക് അവന് ഭയങ്കര ഇഷ്ടം, പച്ച കളറായിരുന്നു. അപ്പൊ അവളത് ചോദിക്കുക ഇങ്ങനെ പഞ്ഞി പോലത്തില്ലേ. അപ്പൊ ഞങ്ങൾ യൂസ് ചെയ്തത് എത്ര വർഷമായിട്ട് ഒരെണ്ണം ഞാൻ പറഞ്ഞില്ല 7 വർഷം പറയും. കുണുക്കന്റെ 90 മേടിച്ചാൽ ചുവപ്പും ബ്ലാക്കും. പിന്നെ അവിടെ ഉള്ളത് നീല, അതും അപ്പം മേടിച്ച് തന്നെയാണ്. അതാകെ പട്ടി കടിച്ചിട്ട് ഒരു മൂലൊക്കെ പോയി, ഇനി ഒന്നുമില്ല ബാക്കി. തോരട്ടത് ഒരു വശം പട്ടി കടിച്ചിട്ട് ഹീരിച്ചു. പിന്നെ ഉള്ളത് ഒരു ഓറഞ്ച്, അത് 13-14 വർഷമായി. നമ്മൾ ഗൾഫിൽ വർഷ അന്ന് മേടിച്ച് വെച്ചിട്ട് തന്നതാ ഓറഞ്ച്. അവിടെ അതാ. അപ്പൊ കുറെ നാളായിട്ട് കുട്ടികൾ കണ്ട് കുട്ടിക്ക് മടുത്തു വന്നു. അപ്പൊ പൊന്നീച്ചിട്ട് ഒരു പച്ച കിട്ടിയപ്പോ 2 ആൾക്ക് ഇപ്പൊ പച്ച പുതപ്പ് വേണം. 10 2 രണ്ടാൾക്ക് സുഖമായിട്ട് പൊതിക്കാണ്ട് വരട്ടില്ല, ഫുള്ള് രണ്ടാൾക്കൊക്കെ വലിയ പപ്പ. എനിക്ക് നോക്കിയേക്ക് എന്തിനും വെറുതെ മേടിച്ചാൽ എന്താ വെക്കാൻ സ്ഥലമില്ല. ഇത് നമുക്ക് പുതയ്ക്കല്ലേ വേണം. അതായത് ഈ വേനൽക്കാലം ആകുമ്പോ രാവിലെ തിരുമ്പിയിട്ട് രാത്രി ആകുമ്പോ ഉണങ്ങി കിട്ടും. പിന്നെ എന്തിനാ അത് കുറെ മേടിച്ചു ഒരു മണിക്കൂർ പിന്നെ വെറുതെ ഇങ്ങനത്തെ സാധനം വെറുതെ മേടിച്ച് ചാലന്മാര് വെക്കണമെങ്കിൽ ഒരു കല്ല് ഫുള്ള് മണി വേണം സാധനങ്ങൾ. അതുകൊണ്ട് എടുപ്പാം. അത് നമ്മൾ വെക്കുന്നത് 400-500 രൂപയ്ക്കുള്ള നെക്സ്റ്റ് കിട്ടും. അല്ല 700 അല്ലേ ഓഫറൊക്കെ ഉണ്ട്. പക്ഷെ ചുമ്മില്ലാന്ന് പറയണ കേട്ടോ. നമ്മുടെ പറഞ്ഞിക്ക് പോയതാ പറഞ്ഞോ പറഞ്ഞോ എന്താ പറയുന്നത്? പളനിക്ക് ഇന്നലെ പോയി, കാട് വഴി പോയി. ഏത് കാട്? കുറ്റിക്കാടാണോ? ഇന്നലെ കുറച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കയറി ഇറങ്ങുന്ന ആളാണ്. ഇന്നലെ കുറച്ച് ഇറങ്ങുമ്പോ അപ്പോഴും എടുപ്പിച്ചു. അത് ഞാൻ കാർത്തൂര് എടുത്താലോ എന്നൊരു കുരിറ്റ് കുത്തിയിട്ടാണ്. കാർത്തൂനെ അപ്പ സ്നേഹിക്കലുണ്ട്. കുനിറ്റ കാർത്തൂമ്മ ഇപ്പൊ രാവിലെ വിളിച്ചപ്പോഴേ ഉറങ്ങി ഷെബിനാണ് ഇത്ര അമ്മ അപ്പോ അപ്പ കാണാണ്ടേ അപ്പൊ ബാത്റൂമിലുണ്ട്. എന്നിട്ട് കരയണ പോലെ എന്നിട്ട് അറിയുമ്പോ ബാത്റൂം ഇട്ട് അപ്പ അവര് വിളിയേട്ടോ. അപ്പൊ സമാധാനം. അല്ല അതിനടക്ക ചെറുതായാലും അത് കൂടുതലും ആ ഒരു അറ്റാച്ച്മെന്റ് പെൺകുട്ടികൾക്ക് കൂടുതൽ കാരണം ഇവളിങ്ങനെ വന്ന് കൊഞ്ചിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക്. പക്ഷെ നേരെ ചിന്തിച്ച് ഇതിനേക്കാൾ കൂടുതൽ അർജുൻ പിള്ള സ്നേഹിക്കുന്നത് സെക്കൻഡിലാണ്. ഇത് അർജുൻ പിള്ള, ഞങ്ങളുടെ വീട്ടിൽ അർജുൻ പിള്ള കൂടുതൽ സെക്കൻഡ് സ്നേഹിക്കും. ഇതിന് ഭയങ്കര ഒരു
പ്രത്യേക സ്നേഹം. ആരൊക്കെ എങ്ങടൊക്കെ പോയാലും അതായത് ഷെബിയുടെ വണ്ടി വലിയ വണ്ടി കണ്ടാൽ കുണുക്കിനും കയ്യിൽ കയറും. അപ്പൊ കുഞ്ഞിനോട് ഞാൻ അതിൽ കയറിക്കോ ഞാൻ അപ്പൊ അവര് കയറും. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വണ്ടിയിൽ കയറുന്ന ആള് ആള് എന്തൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വണ്ടിയിൽ കയറി ഞങ്ങളെ വിട്ട് പോവില്ല. അതേപോലെ ഉറങ്ങണ നേരമാകുമ്പോൾ ആരൊക്കെ അടുത്ത് കിടന്നാലും അപ്പയുടെ അമ്മയുടെ അടുത്തേക്ക് എത്തണം. ഉറങ്ങുന്ന നേരമാകുമ്പോൾ അപ്പയമ്മ അടുത്ത് വേണം. ഇന്നലെ പോകുമ്പോൾ പറയുമ്പോൾ ഒക്കെ ബാക്കിലായിരുന്നു. ഉറക്കം വരുന്ന നേരപ്പോൾ എൻ്റെ അടുത്ത് വന്നു മടിയുടെ അടുത്ത് സുഖമായിട്ട് ഉറങ്ങും. അവൾക്ക് മഹാലക്ഷ്മിക്ക് ഒരു പ്രത്യേക സ്നേഹം. അത് നമ്മളോട് ആരോടും അങ്ങനെയുള്ള അവളുടെ ഒരു പ്രത്യേക സ്നേഹം. മറ്റേ പേട്ടവള്ളിയല്ലേ സ്നേഹമൊന്നുമില്ല, കാര്യസാധ്യത മാത്രമല്ല. അങ്ങോട്ടും അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയാണെന്ന് പറയും. വന്ന കാര്യം മറന്നു. ഇന്നലെ ഞങ്ങൾ പളനി പോയപ്പോഴേ ഞങ്ങൾക്ക് ഫുഡ് ഞങ്ങൾക്ക് ഇങ്ങനെ തമിഴ്നാട്ടിൽ ഏരിയ പോയി ഞാൻ അധികം ഫുഡ് കഴിക്കില്ലട്ടെ. ഇവിടെ നിന്ന് വന്ന് നമുക്ക് പെട്ടെന്ന് ഏതിനൊന്നും ആ സ്ഥലത്തായിരുന്നു കഴിക്കും. ഇപ്പോൾ ആ ഹോട്ടലിൽ വഴികൾ ഇപ്പോൾ കുറേ പണി നടക്കണം. ഏത് വഴിക്കും മറിഞ്ഞും തിരിഞ്ഞൊക്കെ എത്തണത്. ഇന്നലെ 1 മണി വരെ വിശന്ന് വലിച്ച് പുലർച്ചെ പാതിരാത്രി 1 മണിക്കാണ് എത്തണത്. എന്നിട്ട് ഇവിടെ എത്തി നമ്മളവിടെ എത്തി സ്ഥിരം കഴിക്കാൻ തട്ടുകടയിൽ പോയിട്ട് ഞങ്ങളെല്ലാവരും ഓരോ മുട്ട ഓംലേറ്റ് കഴിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് സമാനം. വേറെ വേണ്ട വേറെ മുട്ട ഓംലേറ്റ് കഴിച്ചു. അപ്പം ഇന്നലെ വണ്ടിയിൽ നിന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്നിട്ട് ഇന്നലത്തെ ചർച്ച എന്താണെന്ന് വെച്ചിട്ടാണ് ചോദിച്ചപ്പോൾ ഞാൻ ചോറ് അവിടെ ചട്ടിച്ചോറ്, കൂർക്കുപ്പേരി, ചമ്മന്തി, മുട്ട ഓംലേറ്റ്, മീൻ വറുത്തത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പൊന്നും ഇത് ചെയ്തൊന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ ഞാൻ അത് ഞാൻ പറയും നല്ല ബീരിയാണി. പക്ഷേ അമ്മയ്ക്ക് വണ്ടിയിൽ വരുമ്പോൾ നടന്നുണ്ട്. അമ്മേനെ എപ്പോഴും ഞാൻ വണ്ടിയിൽ നടക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഡേറ്റ് എടുത്തതിന് ശേഷം വേറെ ഫുഡിൻ്റെ അടിക്കാണ് പ്രശ്നം. അപ്പം ഞാനായിട്ട് കഴിച്ചോളെ എനിക്ക് വെക്കാട്ടാ. ഇവർക്ക് 3 ആൾക്കാർക്ക് വെക്കുമ്പോൾ ഭയങ്കര നഷ്ടമായിരുന്നു. ഇനി വന്നേട്ടനും കൂടി കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ഉച്ചോണ് കാര്യമൊക്കെ ചെയ്യട്ടാ. കാണുമ്പോൾ നമ്മുടെ വിഷമം അതാണ്. ചട്ടിച്ചോറും പൊതിച്ചോറൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണ് തോന്നുന്നത്. മക്കളെല്ലാവരും കഴിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് ഇതിനുള്ളതുകൊണ്ടാണ് പോലെ നല്ലൊരു ചോറും കറി ഉപ്പേരി. അപ്പോൾ മുതിര വേവിക്കാൻ വെച്ചിട്ട് അതിൻ്റെ ഇടപ്പത്തിട്ടുണ്ട്. ഇന്നലത്തെ കടലക്കറി ഉണ്ട്, പുട്ടിന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് ഇനി കാര്യങ്ങൾ. അങ്ങനെ നമ്മളിത് രാവിലത്തുള്ള പരിപാടി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടിന് കുഴക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇന്നോട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാമെന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ അതിനായിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വെച്ചു ഡയറ്റ് കുറച്ചോട്ടെ. എന്താ വെച്ചാൽ അതിനായിട്ട് പെട്ടെന്ന് ക്ഷീണം ബാധിച്ചോട്ടെ ഭയങ്കരമായിട്ട്. അവനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കണ്ടേ എന്നുള്ളൊരു വിഷമമുണ്ടായിട്ട് അതിനായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തിരുന്നു. അപ്പം ഞാൻ ഷുഗർ ഫുള്ളും കട്ട് ചെയ്ത് പിന്നെ വറവ് അങ്ങനെ കാര്യങ്ങളൊന്നും കഴിക്കണില്ല. പക്ഷേ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് ഞാനും കരുതിയിട്ടാണ്. പിന്നെ ഇന്നലെ എല്ലാവർക്കും ചോറുണ്ടാകാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞത് അവിടെ കാർത്തുമെന്ന് ഭയങ്കര ബഹളത്തിട്ട്. അപ്പോൾ കാർത്തുമനെ പിടിച്ചുകൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ചോറ് ഇന്നലെയൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹം പറഞ്ഞോട്ടെ ചോറ് ഉപ്പേരിയൊക്കെ കഴിക്കുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ കുറേ ഏറെ ഒക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാക്കിയിരുന്നില്ല. എന്ന് വെച്ചാൽ കുണിക്കും കുഞ്ഞിന് മാത്രമായിട്ട് ഞാൻ ഇപ്പം എന്തുണ്ടാക്കുക. പിന്നെ പൊന്നും ചിലപ്പം ചിലപ്പോൾ വരും കഴിക്കും, ചിലപ്പോൾ വരില്ല, അങ്ങനെയാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. പിന്നെ തൊട്ട് ഞാൻ പഴയ പോലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉച്ചോണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആദ്യം അനിയേട്ടന് ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടാകുന്ന പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ ആദ്യം അനിയേട്ടന് വേണ്ടി മുതിരപ്പേരി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് മുതിരപ്പേരി. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് മുതിരപ്പേരി. എന്നിട്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് മുതിരപ്പേരി എങ്ങനെ ഉണ്ടാക്കുക, ഒന്ന് റെസിപ്പിയാണ് ചോദിച്ചത്. ഇപ്പോഴും പറഞ്ഞു. പക്ഷേ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനിപ്പോൾ ഇന്നത്തെ ഉപ്പേരിൽ ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വെളുത്തുള്ളി മാത്രം ഇടാറുള്ളൂ. അത് എന്താണ് നിങ്ങളുടെ ഇഷ്ടമായിട്ട് അങ്ങനെ ഇടാം. കുറച്ച് വെളിച്ചെണ്ണയിൽ അതിട്ട് കുത്തിയ മുളക് ഇട്ടു വേണം. അപ്പോൾ ചുവന്നുള്ളി വെളുത്തുള്ളിയും മുരിഞ്ഞതിന് ശേഷം കുത്തിയ മുളകില്ലേ അതിട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളകും കൂടി ഇട്ടു കേട്ടോ. എരിവിന് നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം കേട്ടോ. അത് നന്നായി മൂത്തപ്പോൾ നമ്മുടെ മുതിര അങ്ങോട്ട് തട്ടി കൊടുത്തു. ഇനി മുതിര ഉണ്ടല്ലോ ഒന്ന് വേവണം കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരണം. എന്നിട്ട് ആ ചാറ് അടുപ്പത്തിൽ നിന്ന് കുറുകി കഴിഞ്ഞാൽ ആ ചോറിലേക്ക് കുറച്ചാണ്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിന്നെ ചോദിച്ചു മീൻകാരനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ മീനൊന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ചിക്കൻ വിളിച്ചു പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പരിപ്പെടുത്തു, അത് 2 പ്രാവശ്യം അലമ്പി നമ്മൾ പരിപ്പും തക്കാളിയും കറി വയ്ക്കാൻ വെച്ചു. കുണക്കനും ഭയങ്കര ഇഷ്ടം കുളിക്കും. അങ്ങനെ ഞാനൊരു സൈഡിൽ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചു. ഇപ്പുറത്തെ പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചപ്പോൾ നമുക്ക് പണിക്ക് പുറത്തൊരു ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചായ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കാട്ടോ. അപ്പോൾ രാവിലെ ആണെങ്കിൽ തിക്കും തിരക്കും ബഹളമൊക്കെ കേട്ടോ. ഞങ്ങൾക്ക് ഒരു 11:30 ആകുമ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് പോകണം. അപ്പോൾ അതിൻ്റെ തിരക്കാണ്, പെട്ടെന്നാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അങ്ങനെ ചിക്കൻ കഴുകാനുണ്ട്. കുറച്ച് ചിക്കൻ 2.5 കിലോ ചിക്കൻ മേടിച്ചു. കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു, കുറച്ച് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കുഞ്ഞ് ആർക്കും ഗൂഗിൾ പേ ചെയ്യണമെന്നുണ്ടോ എന്ന് ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് കണ്ടത് കേട്ടോ.
അങ്ങനെ നമ്മൾ ചിക്കൻ കഴുകുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഉപ്പ് ഇട്ടു, പിന്നെ എന്താ കുരുമുളക് പൊടി ഇട്ടു, ഗരം മസാല പൊടി ഇട്ടു, പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്ന മസാല ഉണ്ട് അത് ഇട്ടു, പെരിഞ്ചീരകം ഇട്ടു, കുത്തിയ മുളക് ഇട്ടു, പിന്നെ വേറെ ഒന്നും കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചു, പിന്നെ നന്നായി തിരുമ്പി നമ്മൾ മസാല മാറ്റി വെച്ചിട്ടോ, കുറച്ച് അരിപ്പൊടി ഇട്ടു കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ടപ്പോൾ നമ്മുടെ സെറ്റായിട്ടോ നമ്മൾ ചിക്കനിലേക്കുള്ള മസാലയൊക്കെ പരട്ടി കൊടുത്തു, തിരുമ്പി നന്നായി തിരുമ്പി മാറ്റി വെച്ചിട്ടോ കണ്ട. പിന്നെ നമ്മളത് അപ്പുറത്ത് പരിപ്പ് കൂട്ടലിൽ തക്കാളി പരിപ്പ് എന്ത് വന്നപ്പോൾ അതിലേക്ക് തക്കാളി 4 ഇട്ടു, മുളകും പൊടി വലിയ തക്കാളി ഇട്ടു, വലിയ തക്കാളി 4 ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ടു, ഉപ്പ് ഇട്ടു. എന്നിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം അരപ്പ് ഒഴിച്ചിട്ടോ, നാളികേരം ചുവന്നുള്ളും കൂടി അരച്ചു അത് ഒഴിച്ചു. പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ അതും കൂടി താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചത്തെ കറി റെഡി. അപ്പോൾ മുതിരപ്പേരും ചിക്കൻ വറുത്തതും പരിപ്പ് കറിയും. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് അവർക്ക് കുഴപ്പമില്ലാണ്ട് കഴിക്കണം. പിന്നെ ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് പോകാനും ഇന്ന് വേറെ സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല, അതാണ് സത്യം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാനിത്. അപ്പോൾ എനിക്ക് എന്നേട്ടൻ പറഞ്ഞു മതി ഇനി ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിക്കാൻ ഇവിടെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, കുറേ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതായത് ഒരു തുള്ളി വെളിച്ചെണ്ണ വെച്ചു, അതിലേക്ക് കടുക് ഇട്ടു, ഉലുവ ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇടാം കേട്ടോ. എൻ്റെ കറിവേപ്പില ഇല്ലാത്തതാണ് ഞാൻ ഇട്ടില്ല. കറിവേപ്പില മേടിച്ചുകൊണ്ടെങ്കിൽ 2 ദിവസമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി പോവാം. ഡപ്പയിലാക്കി വെച്ചാൽ അതൊരു കാണാനൊരു ചുവില്ല, അതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ, നല്ല പച്ചയില്ലാതെ മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മളെ കറി ആയി ഏകദേശം. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കട്ടെ. അപ്പോൾ കുടിക്ക് ഇന്നലത്തെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ, അതിനായിട്ട് അടിപൊളി കടലക്കറി കേട്ടോ. പിന്നെ ഇന്നലെ രാവിലെ ഞങ്ങൾ പളനി പോകണമെങ്കിൽ മുന്നേ ചപ്പാത്തിയും കടലക്കറി ആയിരുന്നു. അപ്പോൾ ആ ചപ്പാത്തി ഞാൻ പൊതിഞ്ഞിന് ഞാൻ പളനി പോകുമ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു കറിയൊക്കെ വരച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആ പൊതിഞ്ഞ ചപ്പാത്തി ഒരു ചപ്പാത്തി എണ്ണയില്ലാത്തൊരു ചപ്പാത്തി എടുത്തു. ഞാൻ കടലക്കറി വെച്ച് ഞാൻ കഴിക്കട്ടോ. അതിന് 2 കഷ്ണം വിട്ടും കടലും കൊടുത്തു. ഞാൻ ഒരു കോഴിമുട്ട ഫുള്ളും പിന്നെ ഒരു കോഴിമുട്ടയുടെ പകുതി മഞ്ഞില്ല വൈറ്റ് മാത്രം കഴിച്ചു കേട്ടോ. 3 കോഴിമുട്ട വരെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മഞ്ഞയും കൂടിയാണെങ്കിൽ മാത്രം ഇഷ്ടമുള്ളൂ, വൈറ്റ് മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. മഞ്ഞ വൈറ്റോട് ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടം. അങ്ങനെ നമ്മളൊരു ചപ്പാത്തിയും കടലക്കറിയും മഞ്ഞയും കോഴിമുട്ട കൂടി കഴിച്ചു. നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കണ്ട. മഞ്ഞ മാറ്റിയിട്ട് അതിന് വൈറ്റ് തുണ്ടെടുത്തോളൂ, പകുതി എന്ന് പറഞ്ഞില്ല, ഒരു തുണ്ട് മാത്രം എടുത്തോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കഴിച്ചു. പിന്നെ അതിൻ്റെ കുറച്ചേക്ക് സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുക്കുമ്പറും ക്യാരറ്റും അതൊക്കെ വെച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഡയറ്റിങ് ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യണ്ട, ലൈറ്റായിട്ടൊക്കെ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ എത്ര അന്വേഷണം കൂടി കഴിക്കണതാണ് ലേബഷായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡയറ്റ് ആയാലും ഫ്രൂട്ട് സലാഡ് വെജിറ്റബിൾ സലാഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അന്വേഷണം വിശപ്പ് മാറേണ്ടതെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും തടി കുറയ്ക്കാൻ പറ്റുന്നിടത്തോളം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന്. അങ്ങനെ തൃശ്ശൂരൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ജിമ്മിങ് ക്ലാസ്സിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി മൊത്തമാണോ പോയെന്ന് എല്ലാവരും ചോദിക്കേണ്ട, ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് തന്നെയാണ്. എങ്ങനെ പോകുമ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ടല്ലേ പോകാറ്. അപ്പോൾ ഇവിടേക്ക് മാത്രം നമുക്ക് അങ്ങനെ ഉണ്ണള മാത്രം കൊണ്ട് ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കിടാൻ അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മൾ അവർക്കും കൂടി എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയത്, ഉണ്ണോടും കൂടി ഉള്ള കാരണം. അങ്ങനെ ഞങ്ങളെല്ലാവരും ക്രിസ്മസ് സെലിബ്രേഷന് പോയി കണ്ട. പിള്ളേരൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരു എൻജോയ്മെൻറ്റ് അടിച്ച് പൊളിക്കാം എന്നുള്ള നിലയ്ക്കൊക്കെ പോയി. പക്ഷേ എനിക്കൊരു അത്ര അടിച്ച് ഞാൻ പണ്ട് ജിം ക്ലാസ്സിൽ പോയിരുന്നു. ആ ജിം ക്ലാസ്സിൽ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓണായാലും ക്രിസ്മസ് ആയാലും ആ ഒരു സെലിബ്രേഷൻ മനസ്സിൽ പോയില്ല കേട്ടോ. ഭയങ്കര എൻജോയ്മെൻറ്റ്. അവിടുത്തെ ഗീപത്തായാലും ആ ചിന്തിച്ചൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റ്. ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു കാലഘട്ടത്തിനൊക്കെ മാറിയോണ്ടായിരിക്കാം അത്ര ഒരു എൻജോയ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ തോന്നിയിട്ട്. പിന്നെ ഞങ്ങൾ ഫാമിലി മൊത്തമുള്ള കാര്യം ഞങ്ങൾ തന്നെ ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ DJ പാർട്ടിനായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് സഹിച്ച് ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. എനിക്ക് പിന്നെ DJ കാര്യങ്ങളോട് അത്ര വലിയ ചില സമയത്ത് അവിടുത്തെ അത്ര പാട്ടുകളോട് എനിക്ക് ഇഷ്ടം തോന്നിയില്ല. അങ്ങനെ നമ്മുടെ നമ്മുടെ നാട്ടിലെ കുറച്ച് കുട്ടികൾ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ആയിരുന്നു. അവർ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ട് 2 ആളും നന്നായിരുന്നു. ഈ ചെറിയ അപ്പൂപ്പൻ നിലത്തൊക്കെ കിടന്നിട്ടൊക്കെ ആയിരുന്നു കളി അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്കറിയുന്ന കുട്ടികൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയുന്ന ആൾക്കാർ കുട്ടികൾ മക്കളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊരു എൻജോയ്മെൻ്റ് ആയിട്ട് കുണിക്കൊക്കെ ഇരുന്ന് കണ്ടു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ രാവിലത്തെ പരിപാടികളാണ് ഈ കാണുന്നത്. കാത്തുമ്പോൾ രാത്രി 12 മണിയാണ്. 12 മണിയല്ല, എത്ര മണി തൊട്ട് ഇവിടെ ഉണ്ട്? 9:30 മുതൽ ഞങ്ങളുടെ കൂടെയാണ് കാർത്തുമ്പം. പൊന്നുഷേപ്പി 12 മണിക്ക് വർക്കിന് പോയി. പക്ഷേ ഞങ്ങൾ അവളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവളെ കൊണ്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിൻ്റെ അവിടെ അയ്യപ്പറക്ക് അവിടെ ജസ്റ്റ് അവൾ ലൈറ്റൊക്കെ ഒന്ന് കാണിച്ചു. ഇറങ്ങിയൊന്നുമില്ല, വണ്ടിയിൽ ഇരുന്നിട്ട് പിന്നെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ. അപ്പോൾ പിള്ളേരോടൊക്കെ കുറച്ച് നേരം ഇരുന്ന് സെറ്റായി 12 മണി ആകുമ്പോൾ പൊന്ന് വർക്കിന് പോയതാട്ടോ.
രാത്രി ഉറങ്ങും എനിക്കും ഉറങ്ങും എനിക്കും ഉറങ്ങും എനിക്കും. കാത്തു ഹായ്, അമ്മ വിളിച്ചിട്ടുണ്ടല്ലോ, കാത്തുനെ അമ്മ വിളിച്ചിട്ടുണ്ടല്ലോ. അമ്മ അങ്ങനെ പൊന്നു വിളിച്ച് പൊന്നിനോട് സംസാരിച്ചു. പൊന്നു പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചോണ്ടിരുന്ന അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും മേടിച്ചോണ്ടിരുന്നു വെച്ചു. ഞാൻ വേണ്ട പൊന്ന, അമ്മ അതേ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഇനി ഒന്ന് മേടിച്ച് വരാനോ പിടിക്കാനോ നിൽക്കണ്ട, അമ്മ തക്കാളി ചമ്മന്തിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളിങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ പൊന്നും ഷെബിനും തൃശ്ശൂർ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പൊന്നിന് 3 വർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊന്നു വന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ദോശയും തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്നോട്ടൊക്കെ സിമ്പിളായിട്ട് എൻ്റെ മാത്രം ഫുഡ് മാത്രത്തിലേക്ക് നോക്കുന്നു. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ട് നല്ല തക്കാളി ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ട്, നല്ല തക്കാളി ചമ്മന്തി വെച്ചാൽ ഇവിടെ തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമായിട്ടോ. നന്നായി വണക്കണം കേട്ടോ, നല്ലോണം വെളിച്ചെണ്ണയിൽ തക്കാളിയും പുളിയും സബോളയും ഞാൻ തുണ്ട് പുളി ഇടും കേട്ടോ, പിന്നെ മുളകും പൊടിയും, പിന്നെ പൊന്നുണ്ടാകുമ്പോൾ ഒരു തരി പഞ്ചസാരയുടെ നുള്ളു പൊന്നുണ്ടാകും, ഇപ്പോൾ നമ്മൾ ഇടാറില്ല. അങ്ങനെയായിട്ട് നന്നായി വണക്കി വന്നതിന് ശേഷം നിങ്ങൾക്ക് ചമ്മന്തി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ. കണ്ടോ, അടിപൊളി ചമ്മന്തി റെഡി. അങ്ങനെ നമ്മൾ ചമ്മന്തിയിൽ കുറച്ച് ഉപ്പ് കുറയുമ്പോൾ തരി ഉപ്പിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തു സെറ്റ് ചെയ്തിട്ട്, പിന്നെ നമ്മൾ രാത്രി എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുണുക്ക ചട്നി ചോദിക്കും. അപ്പോൾ ചട്നിക്ക് ഞാൻ നാളികേരം പൊതിച്ച് വെച്ചിട്ടുണ്ട്, ഉടച്ച് ചെരുകാൻ പോയിട്ട്. അപ്പോൾ അതൊക്കെ അന്വേഷണമാണ് ചെയ്തു തരാറ്. പക്ഷേ അന്വേഷണയിൽ കാർത്തുമ്മയാണ്, കാർത്തുള്ള കാരണം ഇന്ന് ഈ പണി എനിക്ക്. അപ്പോൾ അന്വേഷണം വിളിച്ച് പറയുന്നുണ്ട്, നീ കാർത്തൂരെടുത്തോ ഞാൻ ചെരുക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അന്വേഷണം, എനിക്ക് കുറച്ചേ വേണ്ടോ, നിങ്ങൾക്ക് ചട്നിക്ക് വേണ്ടിയിട്ട് തരി വേണ്ട, ഒരുപാടൊന്നും വേണ്ട, അത് ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ നമ്മൾ നാളികേരം ഉടച്ചതിന് ശേഷം ചെരുകണത് ജസ്റ്റ് ഒന്ന് വെറുതെ കഴുകിയെടുത്തു. ഇനി ഒരു പ്ലേറ്റോട് നമുക്ക് നാളികേരം ചെരുകാട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് നാളികേരം ചെരുകാത്താണ്, ചെരുകാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് നമ്മൾ ആ ടച്ച് വിട്ടു. എപ്പോഴേലും ഒരു തരി ചെരുകാന്നല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഗൾഫിലുള്ളപ്പോൾ ഓണായാലും വിഷുവായാലും പിറന്നാൾ വന്നാലും 5-10 നാളികേരമൊക്കെ ഒറ്റയടിക്ക് നിന്നിട്ട് ചെരുകും. പക്ഷെ ഇപ്പോൾ ഒരു മുറി നാളികേരം തന്നെ ചെരുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാട്ടോ. അങ്ങനെ ഡയറ്റിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു തുണ്ട് നാളികേരം ഞാൻ അടുത്ത് വായിൽ വെച്ച് നോക്കിയിട്ട്, എന്താ വെച്ചാൽ ചിലപ്പോൾ നാളികേരം ചെരുകി വന്ന് അരച്ച് വരുമ്പോൾ അറിയാം കാര സ്മെല്ലുള്ളത്. അപ്പോൾ കാര സ്മെല്ലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത് വായിലിട്ട്. അപ്പോൾ കുഴപ്പമില്ല, നാളികേരം കുഴപ്പമില്ല കേട്ടോ. വല്ല സ്മെല്ലോ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് കളയേണ്ടി വരും. അപ്പോൾ അതിന് പിന്നെ നമ്മൾ ഇടുന്ന പച്ചമുളക് ഉപ്പ് അതൊക്കെ വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഒന്ന് വെള്ളം വറ്റിണ്ടായി, അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല മാത്രം. അങ്ങനെ അപ്പാപ്പനും മോളും കൂട്ടിയിട്ട് പേരക്കൂട്ട് കൂട്ടിയിട്ട് ഞാൻ ചെരുകണ ശബ്ദം കണ്ടപ്പോൾ കാർത്തുമ്മ നാളികേരം തിന്നാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാർത്തുമ്മയ്ക്ക് ഈ വക സാധനമൊക്കെ ഇഷ്ടമുള്ള, കാർത്തുമ്മയുടെ ഫുഡോ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ വലിയവർ എന്താ കഴിക്കണം അത് ഫുള്ള് കഴിക്കൊന്നുമില്ല കേട്ടോ. അതിനൊക്കെയാണ് ആവേശം. ഒരു വായെങ്കിൽ ഒരു വായ, അവൾ വായ തുറക്കണത് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന് വേണ്ടിയിട്ട്. അവളുടെ ഫുഡുകളോ കാര്യങ്ങളോ ഒന്നും കാർത്തുമ്മയ്ക്ക് വേണ്ട. അങ്ങനെ കാർത്തുമ്മ അച്ചാച്ചനും അങ്ങോട്ട് പോയി. പിന്നെ ബാക്കി ചെയ്ത് നമ്മുടെ കുറേ കാര്യങ്ങൾ എടുക്കണിട്ട് ഇനി അങ്ങനെ ഇതേ നമ്മുടെ ഉടമസ്ഥ വന്നു. കാർത്തുൻ്റെ ഉടമസ്ഥയാണ്, ഷെബിൻ പൊന്നുമാണ്. അപ്പോൾ അവർ രണ്ടാളും എത്തി. അപ്പോൾ കാത്തു അമ്മേനെ കുറേ നേരമായിട്ട് കണ്ടിട്ട് അപ്പോൾ അവളുടെ വിശപ്പൊക്കെ ഏകദേശം മാറിയിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് കഴിച്ചു, പിസ്ത കഴിച്ചു, വാൾനട്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. പിന്നെ ഇതേ ഇപ്പോൾ പൊന്നു വന്നപ്പോൾ ദോശ പൊട്ടിച്ച് വരച്ച് കൊടുക്കണം. അപ്പോൾ അവൾക്ക് അമ്മേനെ കണ്ടിട്ട് സന്തോഷത്തിന് അവൾ പകുതി ദോശ കഴിച്ചിട്ട്, അല്ലെങ്കിൽ എന്നെ കഴിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന നേരത്തെ വെറുതെ അവൾ തലങ്ങനെ പിടിക്കും. അവൾക്ക് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ തല പിടിച്ച് കൊടുക്കും. അവൾക്ക് അവളുടെ മുടിയോ തലയോ തൊടുന്നത് ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ ഇടയിൽ നമ്മുടെ പൊന്നുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ കുണിക്കുമ്പോൾ എണിച്ചു വന്നു കേട്ടോ. അത്രയും നേരം അവരെല്ലാം ഉറക്കായിരുന്നു. പൊന്നു വന്നു, പൊന്നിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ എണിച്ചു വന്നു കേട്ടോ. അങ്ങനെ കാർത്തു അങ്ങനെ എനിക്കൊരു പകുതി ദോശ കഴിച്ചു. പിന്നെ ഇന്നത്തെ രാവിലത്തെ അവർക്ക് ദോശയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നുമല്ല, ഫാറ്റില്ലാത്ത പാല് ഞാൻ കുറച്ച് ഒരു പാത്രത്തിലെടുത്ത് ഒന്ന് കാച്ചി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഓട്സ് ഇട്ടു കേട്ടോ. അങ്ങനെ 1/2 ഗ്ലാസ്സാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ വാരി വെച്ചേക്ക് ടേസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു നുള്ള് തേനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അതിനതൊന്ന് കലക്കിയിട്ട് അതാണ് കുടിക്കുന്നത് കേട്ടോ. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടറിയാമല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിച്ച ഒരു 1/2 ഗ്ലാസ് പാലിൽ നമ്മൾ 1 ടീസ്പൂൺ ഓട്സ് ഇട്ടാണ് ഇന്നത്തെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കെന്താ വീട്ടിൽ റെസ്റ്റും കാര്യങ്ങളുള്ള ദിവസങ്ങൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല. നമ്മൾ പുറത്ത് പോകുന്ന ദിവസമൊക്കെ ആകുമ്പോൾ എന്നാലും ഞാൻ ഹെവി ആയിട്ട് ഇപ്പോൾ ഇന്നാണ് നമ്മൾ പൊളഞ്ഞ് പോകുമ്പോൾ ഇവരെല്ലാവരും ചോറുണ്ടപ്പോൾ ഞാൻ ചപ്പാത്തിയും വെജിറ്റബിൾ കറി കഴിച്ചിട്ടാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ അതായത് നമ്മൾ തട്ടുകട നമ്മൾ സ്ഥിരം പോകുന്ന തട്ടുകടയിൽ പോകുകയാണെങ്കിൽ അവിടെ ഞാൻ പറയും എനിക്ക് ഓയിലൊന്നും ഇല്ലാണ്ട് എനിക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാറ്. ഞാൻ അങ്ങനെയാണ് കഴിക്കുക. പിന്നെ പുറത്ത് പോയി അങ്ങനെ കഷ്ടപ്പെട്ടും വിഷമിച്ചും ഞാനൊരു 1/2 ഗ്ലാസ് എങ്ങനെയൊക്കെയോ ഞാൻ വയറ്റിലാക്കി. എന്താ ചെയ്യുക? അപ്പോൾ കുണുക്കം ചോദിക്കണം അമ്മ എന്താ കഴിക്കുന്നത്? അപ്പോൾ ഞാൻ കായില്ല കുണുക്ക ഓട്സാണ്. പക്ഷേ അവർക്ക് ഓട്സ് കുറുക്കിയത് ഇഷ്ടം. അവർ ചോദിച്ചു അവർക്ക് കൊടുക്കണപ്പോൾ അവരിങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിലാണെന്ന് വെച്ചിട്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ഉണ്ണി, ടേസ്റ്റ് ഒന്നുമില്ല, നമ്മൾ കഷ്ടപ്പെട്ട് കുടിക്കുന്നത്.
പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ചേച്ചി ചെയ്യണ മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റിനും കാരണം ചേച്ചി എന്ത് സാറാണ് മുഖത്ത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഫേസിൽ ഞാൻ തേക്കുന്നത് കേട്ടോ.